ദ ലോട്ടറി ഓഫ് ബർത്ത്, അഥവാ ഒരാൾ ജനിക്കുമ്പം തന്നെ അയാൾക്ക് അടിക്കുന്ന ഒരു ലോട്ടറി, അങ്ങനെയൊരു സംഗതിയുണ്ട്. ഉദാഹരണത്തിന് മൊണോക്കോ എന്ന് പറയുന്ന രാജ്യത്ത് ജനിക്കുന്ന ഒരാളുടെ ശരാശരി ആയുസ് 87 വയസ്സ് വരെയാണ്. അതേ ആൾ ജനിച്ചിട്ടുള്ളത് നൈജീരിയയിലാണെന്ന് വെക്കുക, അയാളുടെ ശരാശരി ആയുസ് വെറും 54 55 വയസ്സായിരിക്കും. അതായത് ജനിച്ച രാജ്യത്തിൻ്റെ വ്യത്യാസത്തിൻ്റെ പേരിൽ മാത്രം ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റം എന്ന് പറയുന്നത് 32 വർഷത്തെ ആയുസാണ്. അതൊരാൾ തിരഞ്ഞെടുക്കുന്നതല്ല, ബൈ ബർത്ത് അല്ലെങ്കിൽ ജന്മന അയാൾക്ക് കിട്ടുന്ന ലോട്ടറിയാണ്, അല്ലെങ്കിൽ അയാളുടെ ജോഗ്രഫിക്കൽ ലക്കാണ്. ഇപ്പോൾ യുദ്ധവും സംഘർഷവും ഒക്കെ സ്ഥിരം കഥയായിട്ടുള്ള സിറിയയിലോ യമനിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആഫ്രിക്കൻ രാജ്യത്തോ ജനിച്ച ഒരാൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളിലൂടെയല്ല, അല്ലെങ്കിൽ അയാൾക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങളല്ല സ്വിറ്റ്സർലാൻഡിലോ നോർവേയിലോ ജനിച്ച ഒരാൾക്കുള്ളത്. അയാളുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് കുറച്ചുകൂടി കൂടെ കുഷൻഡാണ്. ഒരു മനുഷ്യൻ ഒന്നുമില്ലായ്മയിൽ നിന്ന് കഷ്ടപ്പാടുകളിലൂടെ വളർന്നു വരുന്ന ഹാർഡ് വർക്കിനെയൊന്നും ഇല്ല എന്ന് പറയല്ല, അതിന് നല്ല വാല്യൂ ഉണ്ട്. പക്ഷെ അപ്പോഴും ജനിച്ച രാജ്യത്തിൻ്റെ വ്യത്യാസത്തിനനുസരിച്ചിട്ട് മാത്രം ആ ഹാർഡ് വർക്കിലുണ്ടാവുന്ന റിസൾട്ട് വ്യത്യാസപ്പെട്ട് കിടക്കുന്നുണ്ട്. ഈ പറഞ്ഞ സംഘർഷങ്ങളുള്ള രാജ്യങ്ങളിൽ ഒരാൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പോയിന്റ് നല്ല നോർവേയിലോ സ്വിറ്റ്സർലാൻഡിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കംഫർട്ടബിൾ ആയിട്ടുള്ള സേഫ് ആയിട്ടുള്ള രാജ്യത്തുള്ള ഒരാൾ അയാളുടെ ജീവിതം തുടങ്ങുന്നത്, അല്ലെങ്കിൽ അയാൾക്ക് കിട്ടുന്ന സൗകര്യങ്ങൾ കുറച്ചും കൂടെ ലളിതമാക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ കേരളത്തിൽ ജനിച്ച് ജീവിക്കുന്ന ഒരു മൈനോറിറ്റി അല്ലെങ്കിൽ ന്യൂനപക്ഷത്തിൽപ്പെട്ട ഒരാൾക്ക് കിട്ടുന്നത് പോലെയുള്ള സുരക്ഷിതമായ ഒരു അന്തരീക്ഷം ഉത്തരേന്ത്യയിൽ ജീവിക്കുന്ന ഒരാൾക്ക് കിട്ടിക്കൊള്ളുന്നില്ല, അതേ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരാൾക്ക്. അപ്പം ജനിച്ച നാടിന് അല്ലെങ്കിൽ ജനിച്ച രാജ്യത്തിന് അല്ലെങ്കിൽ ജനിച്ച ഭൂപ്രദേശത്തിൻ്റെ ഒരു ഭാഗ്യം, അതിൻ്റെ ഒരു പ്രിവിലേജ് ഓരോ മനുഷ്യന്മാരുടെ ജീവിതത്തിലും ഉണ്ടാക്കാറുണ്ട്. അത് ഭാഗ്യവുമാകാം നിർഭാഗ്യവും ആകാം. അപ്പോൾ നമ്മൾ ജനിച്ച രാജ്യത്തെക്കുറിച്ചിട്ട് അഭിമാനബോധം ഉണ്ടാകുമ്പം തന്നെ, അല്ലെങ്കിൽ അതിൽ ഭയങ്കരമായിട്ട് പ്രൗഡാകുമ്പം തന്നെ അതോടൊപ്പം നമ്മൾ റെസ്പോൺസിബിൾ ആവേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. കാരണം നമ്മൾ ജനിച്ച രാജ്യം അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകളൊന്നും കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ചോയ്സ് അല്ല. അതിൽ വളരെ അടിസ്ഥാനമായിട്ടുള്ള ചിലതെങ്കിലും ബൈ ബർത്ത് നമുക്കടിക്കുന്ന ലോട്ടറിയാണ്.